Hey all, welcome back to another vlog. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്ന് നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഡെനലി TRK 502 ആണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഫസ്റ്റ് സൂപ്പർ ബൈക്ക് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അടിപൊളി ഫീലാണ് കേട്ടോ അത് ഓടിക്കാൻ. ഞാൻ ഭയങ്കര വാവ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. കൈയൊക്കെ കൊടുക്കുമ്പോണ്ടല്ലോ വണ്ടി വെറുതെ പറന്നാണ് പോണേ. ഇത് 2 സിലിണ്ടറാണ് ഗൈസ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മൂടാട്ടോ. ഒരു അഡ്വഞ്ചർ ടൂർ കാറ്റഗറിയാണ് ഈ വണ്ടി. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അക്ഷയ് എന്നാണ് മൂപ്പരെ പേര്. ഓക്കെ, അപ്പോൾ വണ്ടി ജസ്റ്റ് പുതിയ വണ്ടിയാണ് കേട്ടോ. ജസ്റ്റ് ഒരു 3064 കിലോമീറ്റേഴ്സ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രിസ്പ് ആൻഡ് ക്രിഞ്ച് എന്നൊക്കെ പറയണ പോലെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ വണ്ടിയിലുണ്ട് ഗൈസ്. ഇത് ഓടിക്കുമ്പോൾ ഒരു അപാര ഫീലാണ്. ഞാൻ ഫസ്റ്റ് ഇത് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് പറ്റണ്ടായില്ല. ഇതെന്നെ കൊണ്ട് എന്താ പറയുക, നല്ല വെയിറ്റ് ഉണ്ട്, എന്നെ കൊണ്ട് താങ്ങാനും പറ്റണില്ല. അതുപോലെ തന്നെ എന്താ പറയുക, അയ്യോ കണ്ട എൻ്റെ പിന്നെ ഭയങ്കര വെയിറ്റാണ് ഗൈസ്. വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപാര വെയിറ്റ്. വണ്ടി വല്ലതും ഉണ്ടാവോ? ആ ഇല്ല, പോവാ. കൈ കൊടുക്കുമ്പോൾ ഈ വണ്ടി പൂന്ന് പറഞ്ഞോളെ. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് ഓടിച്ച് നോക്കിയപ്പോൾ എന്നെ കൊണ്ട് പറ്റണ്ടായില്ല. ചെറിയ റോഡ് കൂടെയാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഫുള്ള് ഇമാര് വെയിറ്റ് എന്നെ കൊണ്ട് താങ്ങണില്ല. ബാക്കിൽ പുള്ളിക്കാരൻ ഇരിക്കുന്നുണ്ട്, അത് അക്ഷയ് ബ്രോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് എക്സ്ട്രാ ആയില്ലോ. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ചൊന്നും ഓടിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഓക്കെയാണ് വണ്ടി. അപ്പോഴാണ് നോക്കി കൈയോട് നോക്കിയപ്പോൾ വണ്ടി ഇതാ വെടിയുണ്ടോണോ പോലെ കൈസ് പോണേ. ഓഫ്, വണ്ടി വേറെ മൂടാട്ടോ. സൗണ്ടും കൊള്ളാം, ബൂം ബൂം. ആ ഒരു ട്വിൻ സിലിണ്ടറിൻ്റെ ഒരു സിംഫണി, അത് വേറെ മൂടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡെനലി സൗണ്ടിൽ വേറെ മൂടാണ്, അറിയാലോ. അതിപ്പോൾ 300 ആയാലും സൗണ്ട് എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ വേറെ സീനാണ്. പക്ഷേ ഇത് സ്റ്റോക്ക് എക്സോസ്റ്റിൽ തന്നെ കിടിലൻ സൗണ്ടാണ് ഗൈസ്. ഒരു എന്താ പറയുക, നമ്മൾ കൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞ് നോക്കും, ആ മൂടാണ്. ഓക്കെ, പിന്നെ ഭയങ്കര റോഡ് അറ്റൻഷൻ ആട്ടോ വണ്ടിക്ക്. ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം കണ്ടോ. ഒരു ഭീകരനാണ് ഇവൻ. എന്നാ വെടിയുണ്ടായും. പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊടുത്താൽ ബൂന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും, വേറെ മൂടാ. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ബൈറ്റൊക്കെ നോക്കി വെറുതെ സീനുണ്ടോ കൈസ്. വണ്ടി വെറുതെ തൊടുമ്പോഴത്തേനും വണ്ടി അങ്ങ് ഇരിക്കും. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ബൈറ്റിംഗ് ഒക്കെയാണ്. നാനോ ഫുള്ളോടല്ല ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നമ്മുടെ കണ്ണോത്തുപാടം ഉണ്ടല്ലോ, കണ്ണോത്തുപാടത്തേക്കാണ് പോണത്. ഓക്കെ, കണ്ണോത്തുപാടം തൃശ്ശൂരുള്ളവരും പുറത്തുള്ളവർക്ക് അറിയായിരിക്കും, കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, വണ്ടി ഇങ്ങനെ ക്രൂസ് ചെയ്യാൻ വേറെ മൂടം ഞാൻ കേട്ടോ. സസ്പെൻഷനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെ ഇരുന്ന് ഓടിക്കാൻ നമുക്ക് തീരെ മടുക്കില്ല. അത് രസമായിട്ട് ഇങ്ങനെ ഓടിച്ച് പോവാം. ഞാനിപ്പോൾ കുറച്ച് നേരമായി ഓടിക്കണം. ഇത് പുള്ളിക്കാരൻ 3010 കൊടുന്നതാ, 3066 ആയി. ഈ വണ്ടി തീരെ യൂസ് ചെയ്യില്ല. പുള്ളിക്കാരൻ ഖത്തറിൽ സെറ്റിൽഡാണ്. അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് കൊണ്ടു നടക്കുന്നു മാത്രം. ഒരു പാഷൻ്റെ ഉള്ളിലെടുത്തു അങ്ങനെ. വണ്ടി എടുത്തിട്ട് എത്ര കൊല്ലായി? 2023 ആ, കറക്റ്റ് 2 കൊല്ലം. കറക്റ്റ് 2 കൊല്ലമായിട്ടുള്ളൂ. 2 കൊല്ലത്തിലാകെ വണ്ടി ഇത്ര ഓടിയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉള്ളൂ. അല്ല, പുള്ളിക്കാരൻ പുറത്ത് സെറ്റിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണോത്തുപാടത്തേക്കുള്ള വഴിയിലേക്ക് കയറിയിരിക്കുകയാണ് കഴിച്ച്. അപ്പോൾ വണ്ടിയിലോട്ട് നമുക്ക് വീണ്ടും വരാം. വണ്ടി ഞാൻ പറഞ്ഞ പോലെ ഓടിക്കാൻ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്മൂത്താണ്. ഫസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നിയെങ്കിലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ രസമുണ്ട്, ഭയങ്കര രസമാണ്. വണ്ണാണ് വണ്ടി ഓടിക്കാൻ.
പിന്നെ ട്വിൻ സിലിണ്ടറിൽ തന്നെ 40 സംതിങ് BHP ആണ് ഞാൻ കാണിച്ചത്. അവിടെ എത്തിയിട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. വണ്ടി വേറെ മൂടാണ്. കോർണർ അടിക്കാനൊന്നും ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, കാരണം എനിക്ക് ഓടിച്ച് ശീലമില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, വണ്ടി നമുക്ക് ചെറുതായിട്ടൊക്കെ നിന്ന് വരുന്നുണ്ട്. ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണെങ്കിലും. പിന്നെ കിടിലൊരു വൈസുറയുള്ളതുകൊണ്ട് വിൻ ബ്ലാസ്റ്റ് ഒന്നും ഇപ്പോൾ പാടത്തായതുകൊണ്ട് നമുക്ക് ശരിക്കും അറിയുന്നുണ്ട്. പക്ഷേ വിൻ ബ്ലാസ്റ്റ് ഒന്നും വലിയ സീനില്ല. ഓക്കെ, കൂളാണ്. കിടിലൊരു വൈസുറയ്ക്കല്ലേ. വണ്ടി ടോട്ടലി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടാക്കടിക്കാൻ വേറെ മൂടായിരിക്കും. cc എന്ന് പറയുന്നത് 500 cc ആണ് ഗൈസ്. അത് ലിക്വിഡ് കൂൾഡ് ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ വണ്ടിയുടെ വരുന്നത്. അതേപോലെ തന്നെ BHP നോക്കുകയാണെന്നുണ്ടെങ്കിൽ 46.9 BHP at 8500 RPM-ലാണ് നമ്മുടെ BHPയും കാര്യങ്ങളെല്ലാം വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടോർക്കിൻ്റെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 46 Nm ടോർക്ക് at 6000 RPM-ലാണ് നമുക്ക് ആ ഒരു ടോർക്കും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അതുപോലെ ക്ലച്ചിൻ്റെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മൾട്ടിപ്ലേറ്റ് ക്ലച്ചാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ സസ്പെൻഷൻ്റെസ് ആണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഹാലജൻ ഹെഡ്ലൈറ്റ്, നോർമലായിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. ടൈൽ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് LED ടൈൽ ലൈറ്റ്സാണ് ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1450 mm ആണ് വണ്ടിക്ക് ഓവറോൾ ഹൈറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണോത്തുപാടത്ത് നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഫസ്റ്റ് സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ 500 cc കാറ്റഗറി എക്സ്പീരിയൻസ് ആണ്. 650 ഒക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, മറ്റേ റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്ററൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലെ അല്ലല്ലോ, ഇതൊരു അഡ്വഞ്ചർ ടൂറർ സൂപ്പർ ബൈക്ക് കാറ്റഗറി ആണല്ലോ. അങ്ങനെയാണ് ഞാൻ പറയണത്. എങ്ങനെയാണ് കറക്റ്റ് അങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഗൈസ്. വണ്ടി അടിപൊളിയാണ്. ട്വിൻ സിലിണ്ടറിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും പവറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നത് 390 ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ഹിമാലയനല്ലേ യൂസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹിമാലയൻ നമ്മൾ എത്ര കൈ കൊടുത്താലും എന്ത് പോകുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് മാറിയിട്ട് ഇത് കുറേ കാലം അത് ഓടിച്ചിട്ട് കിടന്നിട്ട് പിന്നെ അത് മാറിയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ബൈക്ക് ഞാൻ ഇതാണ് ഓടിക്കണേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ്. കൈ കൊടുക്കുമ്പോൾ വണ്ടി പൂന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോകണേ, അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ കണ്ണോത്തുപാടത്താണ്. കണ്ണോത്തുപാടത്തെ വൈറലായ ബർഗർ കട ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതേ ഈ റൈറ്റിലാണ് കളറുണ്ടോ പീക്കോക്ക്, അതാണ് ആ വൈറൽ ബർഗർ കട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബെൻലി 502 TRKയുടെ വിശേഷങ്ങൾ. പിന്നെ ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു അഡ്വഞ്ചർ ഒരു ടൂറാണ്. ഇത് വെച്ചിട്ട് ഓഫ് റോഡ് നടക്കില്ല. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വേറൊരു സാധനമുണ്ട്. ഈ സെയിം വണ്ടിയുടെ തന്നെ 502X. അത് പിന്നെയും അഡ്വഞ്ചർ മൂഡാണ്. പിന്നെ അഡ്വഞ്ചർ മൂഡാണ്. ഓക്കെ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും. ബെൻലി പിന്നെ സൗണ്ടിൻ്റെ കേസിൽ വേറെ മൂഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്തായാലും വണ്ടി അടിപൊളിയാണ് ഗൈസ്. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ചു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവും. പിന്നെ ഇങ്ങനത്തെ വണ്ടികൾ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ഓടിക്കാനൊന്നും കൊടുക്കില്ല. ഇതിപ്പോൾ അക്ഷയ് ബ്രോ ആയതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ കിട്ടി. എനിവേ താങ്ക്സ് ടു അക്ഷയ് ബ്രോ. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റ ID ഒക്കെ ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് 502ൻ്റെ വിശേഷങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.